വിയറ്റ്നാമിലെ ഹുച്ചിമിൻ സിറ്റിയിലെ ഞങ്ങൾ ആദ്യ ദിവസത്തെ കാഴ്ചകൾ: 1. സിറ്റി ടൂർ വിത്ത് മോട്ടോർ ബൈക്ക്. 2. ബെൻറ്റൺ മാർക്കറ്റ്. 3. വാർ റിമനൻസ് മ്യൂസിയം. 4. ഒപ്പേറ ഹൗസ്. 5. ഇൻഡിപെൻഡൻസ് പാലസ്. 6. സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. 7. ബുക്ക് സ്ട്രീറ്റ്. 8. ബൂവിൻ വാക്കിംഗ് സ്ട്രീറ്റ്. 9. ബെൻറ്റൺ സ്ട്രീറ്റ് ഫുഡ്. 10. സ്ട്രീറ്റ് കൾച്ചർ. 11. നൈറ്റ് ലൈഫ്. വിയറ്റ്നാമിലെ ആദ്യത്തെ അധ്യായം: ഹോച്ചിമിൻ സിറ്റി. Good evening, everyone. So this is our first international trip group. So Dr. Inshad and Dr. Melvin and Mr. Hadik is busy paying there. So we are heading to Ho Chi Minh City in Vietnam. So this is from Cochin International Airport live. Hope to see you all guys from Ho Chi Minh. Take care. അങ്ങനെ ഞാനും സുഹൃത്തുക്കളും എല്ലാ ജോലി തിരക്കുകളും മാറ്റിവെച്ച് ഒരു 7 ദിവസത്തെ വെക്കേഷൻ ആസ്വദിക്കാൻ വേണ്ടി വിയറ്റ്നാമിലേക്ക് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഏറെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഹോച്ചിമിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പറന്നിറങ്ങി. ഞങ്ങൾ വിയറ്റ്നാം സിം എയർപോർട്ടിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ കളക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത കാറിൽ ഞങ്ങളുടെ ഹോട്ടൽ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ്. അവിടെ ക്രാബ് എന്ന ആപ്പാണ് ടാക്സി വെഹിക്കിളുകൾക്ക് വേണ്ടി ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. സുഹൃത്തുക്കളെയും കാര്യങ്ങളെയും ഒക്കെ പോകുന്ന പോക്കിൽ ഞാൻ പരിചയപ്പെടുത്താം. ഞങ്ങളൊരു 7 ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തത്. ആദ്യത്തെ ദിവസം ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റിയാണ് പ്രിഫർ ചെയ്തത്. ഇത് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻ്റാണ്. ഞങ്ങൾ ഹോട്ടലും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നത് booking.com വഴിയാണ്. ഞങ്ങൾക്ക് ആദ്യ ദിവസം തന്നെ കിട്ടിയത് വളരെ ഭംഗിയുള്ള ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു 2 BHK അപ്പാർട്ട്മെൻ്റാണ്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഹോച്ചിമിൻ സിറ്റി കാണുന്ന കാഴ്ചയാണിത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ച. ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളും പുതിയ ഡെവലപ്പായി വരുന്നുണ്ട്. വിയറ്റ്നാമിൻ്റെ തലസ്ഥാനം ഹാനോയ് ആണെങ്കിലും ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ വൈസ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത് ഹോച്ചിമിൻ സിറ്റിയിലാണ്. അങ്ങനെ ആദ്യത്തെ ദിവസം ഞങ്ങളുടെ സിറ്റി ടൂർ, ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെല്ലാം കവർ ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ കോമൺ ആയിട്ട് നമുക്ക് ട്രാവൽ ഏജൻസിയിൽ നിന്ന് നമുക്ക് ബൈക്ക് റെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളും അവിടെ സബ്മിറ്റ് ചെയ്യണം. So today we are going to the main city tour. It comprises of War Museum and Presidential Palace and the renowned street foods of Ho Chi Minh City. പറഞ്ഞ ഓരോ സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങുകയാണ്. ഫസ്റ്റായിട്ട് ഞങ്ങൾ പോകുന്നത് ബെൻറ്റൺ മാർക്കറ്റിലേക്കാണ്. അവിടെ പോയിട്ട് ഡോളറുകൾ കൺവേർട്ട് ചെയ്യണം. ബെൻറ്റൺ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രീറ്റ് കച്ചവടങ്ങൾ നടക്കുന്നത് ബെൻറ്റൺ മാർക്കറ്റിലാണ്. പോകുന്ന വഴിയെല്ലാം അടിപൊളിയാണ്. നല്ല അടിപൊളി ബിൽഡിങ്ങുകളും, അത്ര ചൂടൊന്നുമില്ല, വെയിലിന് വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല. നല്ല രസത്തിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. ഞാൻ ആദ്യ ഡെസ്റ്റിനേഷനായ ബെൻറ്റൺ മാർക്കറ്റിന് മുന്നിൽ ഞങ്ങളെത്തി. അവിടെ നിന്ന് ബെൻറ്റൺ മാർക്കറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഡോക്ടർ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാണ്. ആ ഫ്രെയിമിലേക്കുള്ള ആളാണ് നമ്മുടെ ഹാദിക്ക്. അങ്ങനെ ബെൻറ്റൺ മാർക്കറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു. അത് ഒറ്റവാക്ക് പറഞ്ഞാൽ എല്ലാ വലിയ ബ്രാൻഡുകളുടെയും കോപ്പി കിട്ടാൻ നമുക്കവിടെ ഒരുപാട് കച്ചവടങ്ങൾ, പലതരത്തിലുള്ള കച്ചവടങ്ങൾ, വസ്ത്രങ്ങളായാലും ടോയ്സ് ആയാലും അങ്ങനെയുള്ള ഒരു കച്ചവടം ബെൻറ്റൺ മാർക്കറ്റിൻ്റെ ഉള്ളിലുണ്ട്. ബെൻറ്റൺ മാർക്കറ്റിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള വാർ റെമനൻസ് മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മോട്ടോർ ബൈക്ക് തന്നെയാണ്. അതിനൊരു വലിയൊരു കാരണം, കാറും കാര്യങ്ങളൊക്കെ എടുത്തു വന്നാൽ ട്രാഫിക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വാർ റെമനൻസ് മ്യൂസിയം ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര പോവുകയാണ്. ഈ കാണുന്ന കാഴ്ച കണ്ട് ഞങ്ങൾ ഭയങ്കര ഫലിതം പറയുകയാണെന്ന് വിചാരിക്കരുത്. അവിടെ ലോക്കൽ ആളുകൾക്ക് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് തീരെ വശമില്ല. അപ്പോൾ അവർ നമുക്ക് ആംഗ്യം കാണിച്ചായിരിക്കും കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു, മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി.
അവിടെ പണ്ട് യുദ്ധത്തിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾ, ഹെലികോപ്റ്ററുകൾ, ഫ്ലൈറ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മിക്കതും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ പിന്നീട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള ഇൻഡിപെൻഡൻസ് പാലസിലേക്കാണ് പോകുന്നത്. ഇൻഡിപെൻഡൻസ് പാലസിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെറ്റിലും കാര്യങ്ങളും സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെ ഫുള്ളായിട്ട് പറയാൻ നിന്നാൽ ഈ വീഡിയോ എവിടെ എത്തൂല. അങ്ങനെ ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്ത വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് പല ക്ലിപ്പുകളും നിങ്ങൾ കാണാത്തത്. ഈ കാണുന്നതാണ് ഇൻഡിപെൻഡൻസ് പാലസ്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും നമുക്ക് ഈ ക്ലിപ്പിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ അതിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഡോക്ടർ ഇൻഷാദ് ഷാസിൻ്റെ ഫോട്ടോയ്ക്ക് വേണ്ടി ഫോസ് ചെയ്യുന്നതാണ് കണ്ടത്. ഇത് ഷാസിൻ്റെ ഫാൻസ് ഷാസിന് ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുകയാണ്. ഇത് നോക്കി നിൽക്കലാണ് ഞങ്ങളുടെ മെയിൻ പണി. മൂപ്പരുടെ കളിക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. പോണ പോക്കിൽ കണ്ടൊരു മറ്റൊരു കാഴ്ചയാണ്, ആശൻ എന്തോ സാധനം വലിച്ചിട്ട് പുകയ്ക്കുകയാണ് റോഡ് സൈഡിലിരുന്ന്. എന്താണ് ഇത് എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിന് ഞങ്ങളുടെ ഭാഷ അറിയില്ല. ശരി പോട്ടെ, ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള ഒപ്പേറ ഹൗസിലേക്കാണ് യാത്ര. ഈ ഒരു ഏരിയ ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈഫൈ ഏരിയ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇത്തരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ കൂടെ തന്നെ, ഇത്തരം ഡെസ്റ്റിനേഷൻസിൻ്റെ കൂടെ തന്നെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളും ഒരുപാട് 5 സ്റ്റാർ ഹോട്ടലുകളും ഒക്കെ ഇതിൻ്റെ ചുറ്റും ഡെവലപ്പ് ആയിക്കൊണ്ട് ഒരു പോഷ് ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒപ്പേറ ഹൗസ്. അങ്ങനെ ഒപ്പേറ ഹൗസിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ പ്രാധാന്യമൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാകും. അങ്ങനെ ഒപ്പേറ ഹൗസിൻ്റെ അവിടെ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പോകുന്ന പോക്കിലെ ചുറ്റുമുള്ള കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങൾ സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലെത്തി. ഈ കാണുന്നതാണ് സൈഗോൺ പോസ്റ്റ് ഓഫീസ്. ഇപ്പം അതിൻ്റെ ഉള്ളിൽ ടൂറിസ്റ്റ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന സോനിയറുകളും അതേമാതിരി തന്നെ മറ്റു കച്ചവടങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഹൂച്ചിമിൻ ബുക്ക് മാർക്കറ്റിലേക്കാണ്, ബുക്ക് സ്ട്രീറ്റിലേക്കാണ് ഞങ്ങൾ അടുത്തത് പോകാൻ തീരുമാനിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലാന് ഒരു നൈറ്റ് സ്ട്രീറ്റ് റൈഡും അതേമാതിരി ഒരു സ്ട്രീറ്റ് ഫുഡുമാണ്. ഇതിൽ ആദ്യം ഏത് വേണം എന്നുള്ള ഡിസ്കഷനാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ട്രീറ്റ് റൈഡൊക്കെ കഴിഞ്ഞ് അവസാനം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഷാസിന് അത് തീരെ പറ്റില്ല. അങ്ങനെ ഷാസിൻ്റെ അഭ്യർത്ഥനയെ ഞങ്ങളെല്ലാവരും മാനിക്കല്ലാണ്ട് വേറെ ഓപ്ഷനില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഹൂച്ചിമിൻ സിറ്റി ബുക്ക് സ്ട്രീറ്റിലേക്ക് എത്തി. നമുക്കവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് ബുക്കുകൾ വായിക്കാം, ബുക്കുകൾ വാങ്ങാം, നമ്മുടെ ബുക്കുകൾ അവിടെ കൊടുക്കാം, അങ്ങനെയെല്ലാം കഴിയും. അത് കഴിഞ്ഞ് നേരെ ഷാസിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഷാസിൻ്റെ മുന്നിൽ നേതൃത്വം നൽകിക്കൊണ്ട് ഞങ്ങൾ അടുത്തത് പോയത് ബെൻടൺ ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. അതൊരു കാണേണ്ട കാഴ്ചയാണ്. പലതരം രാജ്യങ്ങളിലെ ഫുഡുകൾ, അതേമാതിരി തന്നെ വിയറ്റ്നാമിൽ ലോക്കൽ ഫുഡ് കാര്യങ്ങൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ് ഈ ബെൻടൺ സ്ട്രീറ്റ് ഫുഡ്. അവിടെ നമുക്ക് പലതരം നോൺ വെജ് ഐറ്റംസ്, പൊരിച്ചതും കരിച്ചതും പല തോലത്തിലാക്കിയതൊക്കെ നമുക്ക് കാണാം. അതേമാതിരി തന്നെ ഫിഷിൻ്റെ പലതരം വെറൈറ്റീസും വെജിൻ്റെ പലതരം വെറൈറ്റീസും പലതരം ഫുഡും നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കുറേ നടന്നെല്ലാം കണ്ട് ഞങ്ങൾക്ക് ഇതുവരെ കഴിച്ചു നോക്കാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തു. എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ ഹൂച്ചിമിൻ സിറ്റിയിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെൻടൺ ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യണം.
ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞു. അവർ ക്യാമറയിലേക്കൊക്കെ തന്നു, ടാറ്റൊക്കെ തന്നു. ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തു. ബില്ലും വലിയ തെറ്റില്ലാത്തൊരു ബില്ല് തന്നെയാണ് ഉണ്ടായിരുന്നത്, കണ്ടില്ല, സീ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തു. അടുത്തത് ഞങ്ങൾ സ്ട്രീറ്റ് നൈറ്റ് റൈഡ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബൈക്ക് എടുത്തിറങ്ങിയത്. അതൊരു സംഭവം തന്നെയാണ് ഗൈസ്. പലതരം പാർട്ടീസ്, പലതരം നൈറ്റ് ലൈഫ് ക്ലബ്ബുകൾ, കാര്യങ്ങൾ, പലതരം എൻ്റർടൈൻമെൻറ്റ്സ് നമുക്ക് ഹോച്ചിമിൻ സിറ്റിയിൽ നൈറ്റ് ലൈഫിൽ ആസ്വദിക്കാൻ സാധിക്കും. അതൊക്കെ കണ്ടു. ഞങ്ങൾ പാട്ടും പാടി ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്.